സിനിമ ഇന്നലെ ഇറങ്ങി നല്ല റെസ്പോൺസുകൾ വന്നുകൊണ്ടിരിക്കുന്നു. പക്ഷേ ഒരു സൈഡിൽ നിന്ന് ഒരു നെഗറ്റീവ് റിവ്യൂസും ഇപ്പോൾ അശ്വത് തോക്കിൻ്റെ റിവ്യൂ ഇന്നലെ ഇറങ്ങിയായിരുന്നു. അപ്പം താങ്കൾക്കെതിരെയും ഇപ്പം എനിക്ക് തോന്നുന്നു കുറച്ചുകൂടെ പേഴ്സണൽ റിവെഞ്ച് പോലെ എനിക്ക് തോന്നി. കാരണം കടകൽ ഇറങ്ങിയ സമയത്തും താങ്കളെ വിമർശിച്ചുകൊണ്ട് ഇങ്ങനെ തങ്ങളുടെ പടങ്ങൾ മാത്രം ടാർഗറ്റ് ചെയ്ത് താങ്കളെ വിമർശിച്ചുകൊണ്ടൊരു റിവ്യൂ പറഞ്ഞിട്ടുണ്ടായിരുന്നു. എനിക്ക് അങ്ങനെ തോന്നിയോ? ഞാൻ റിവ്യൂ കണ്ടിരുന്നു. പക്ഷേ ഇത് പുള്ളി റിവ്യൂ ചെയ്യുന്നുണ്ടെങ്കിൽ പുള്ളിക്ക് അതിൻ്റേതായിട്ടുള്ള സ്വാതന്ത്ര്യമുണ്ട് ഇവിടെ എന്നുള്ളതാണ് എനിക്ക് മനസ്സിലാവുന്നത്. അങ്ങനെ ചെയ്യാം, ആക്ച്വലി ചെയ്യാം. അത് മാത്രമല്ല, പുള്ളി നെഗറ്റീവ് മാത്രമല്ല, പുള്ളി എന്നെ പറ്റി പോസിറ്റീവും പറഞ്ഞിട്ടുണ്ട്. ബാക്കിയുള്ള പടങ്ങളിൽ ഇപ്പോൾ പ്രണയവിലാസവും അങ്ങനെയുള്ള പടങ്ങളിലൊക്കെ പുള്ളി പറഞ്ഞിട്ടുണ്ട്. അപ്പോൾ ഞാൻ സത്യം പറഞ്ഞാൽ ഞാനത് രണ്ടും എടുക്കാറില്ല. കാരണം ഞാനിങ്ങനെ പബ്ലിക്കിൻ്റെ ഒപ്പീനിയൻ കേട്ട് എന്താ പറയുക, പൊങ്ങുകയോ അല്ലെങ്കിൽ അവർ ഡിഗ്രേഡ് ചെയ്തിട്ട് ഞാൻ താഴുകയോ ചെയ്യാൻ നിൽക്കാറില്ല. കാരണം അങ്ങനെ ചെയ്തിട്ടുണ്ടെങ്കിൽ നമുക്കിവിടെ ഒന്നും പറയാ യാത്ര ചെയ്ത് എത്താൻ പറ്റില്ലല്ലോ. ആളുകൾ എന്ത് പറയും എന്ന് ആലോചിച്ചിട്ടുണ്ടെങ്കിൽ എനിക്ക് തോന്നുന്നില്ല. കാരണം ഇപ്പോൾ ഒരു റിവ്യൂ കേട്ട് നമ്മൾ സിനിമയ്ക്ക് പോകാതിരിക്കുന്നതാണ് എപ്പോഴും നല്ലത്. പോകാൻ ആഗ്രഹിക്കുന്നുണ്ടല്ലോ, അങ്ങനെയാണെങ്കിൽ ഒരുപാട് കാര്യങ്ങൾ മിസ്സാവുകയും ഒരുപാട് കാര്യങ്ങൾ നമ്മുടെ ആൻറ്റിസിപ്പേഷൻ കൂടുകയും ചെയ്യും. അപ്പോൾ ഒരിക്കലും ഒരു റിവ്യൂ കേൾക്കാതെ നിങ്ങൾ തന്നെ പോയി പടങ്ങൾ കാണുക. നിങ്ങൾ ഈ റിവ്യൂസ് നെഗറ്റീവ് ആണെങ്കിലും പോസിറ്റീവ് ആണെങ്കിലും ഇത് കേട്ട് പടത്തിന് പോകുന്നുണ്ടെങ്കിൽ നിങ്ങളുടെ തിയേറ്റർ എക്സ്പീരിയൻസിനെ അത് വല്ലാതെ ബാധിക്കും. മാത്രമല്ല, നെഗറ്റീവ് കേട്ടിട്ടാണ് പോകുന്നുണ്ടെന്നുണ്ടെങ്കിൽ പോകാതിരിക്കുന്നത് എന്നുള്ളൊരു തീരുമാനമുണ്ടെങ്കിൽ, ഓക്കെ ഈ പടത്തിന് നെഗറ്റീവ് കേട്ടു ഇനി ഞാൻ പോകുന്നില്ല എന്ന് വിചാരിച്ചാൽ, ഈ പറയുന്ന പോലെ ഇപ്പോൾ ബസൂക്കയാണെന്നുണ്ടെങ്കിൽ അതിൻ്റെ മമ്മൂക്കയുടെ ഇത്രയധികം നല്ല പെർഫോമൻസ് നിങ്ങൾക്ക് കാണാൻ പറ്റില്ല എന്നുള്ളതാണ് എൻ്റെ ഒരു കാര്യം എനിക്ക് തോന്നിയിട്ടുള്ളത്. ഇത് വേറെ കാര്യം എന്ന് പറഞ്ഞാൽ ഇത് ഇവരുടെയും വയറ്റിപ്പഴപ്പിൻ്റെ പ്രശ്നമാണ്. ഇപ്പോൾ ഇവരുടേതല്ല, ഇത് ചെയ്യുന്ന ആളുകളുടെയൊക്കെ. അപ്പോൾ അതിനൊരു ഫാൻ ബേസ് ഉണ്ട്, അതിന് ഇവിടെ ആൾക്കാരുണ്ട് കാണാൻ. ആക്ച്വലി ഇപ്പോൾ അങ്ങനെ വന്നിരുന്ന് പറയുമ്പോൾ, അങ്ങനെ ഒന്ന് രണ്ട് മൂന്ന് തగ్గടിക്കുമ്പോൾ, അങ്ങനെ ഒരു വേഷം കെട്ടി വന്നിരിക്കുമ്പോഴൊക്കെ അവിടെ ആൾക്കാരുണ്ട്. അത് വേറെ തന്നെ ഒരു എൻ്റർടൈൻമെൻറ്റ് ഏരിയയായി മാറിയിട്ടുണ്ട് ഇപ്പോൾ. അപ്പോൾ ഇത് സിനിമയെ ബാധിക്കും എന്നുള്ളതിൽ എനിക്ക് യാതൊരു വിശ്വാസമില്ല. തീർച്ചയായിട്ടും സിനിമയെ ബാധിക്കില്ല. കാരണം ആളുകൾ മണ്ടന്മാരല്ലോ. കാരണം ഇത്രയും പേര് റിവ്യൂ കണ്ടിട്ടാണ് സിനിമയ്ക്ക് പോവുക. അപ്പോൾ നമ്മൾ ഇപ്പോൾ എനിക്ക് എന്തെങ്കിലും കാണുന്നുണ്ടെങ്കിൽ ഞാൻ പോയി കാണും, എന്നിട്ട് എനിക്കൊരു അഭിപ്രായം ഉണ്ടാക്കും. അതാണ് നമ്മൾ ചെയ്യേണ്ടത്. അതാണ് നമ്മുടെ ഒരു എന്താണ് പറയുക വാല്യൂ എന്ന് പറയും, മനുഷ്യൻ്റെ വാല്യൂ. ഇപ്പോൾ ഒരാളെൻ്റെ അടുത്ത് വന്ന് പുറത്ത് വേറെ എന്തോ നടക്കുന്നു പറഞ്ഞാൽ ഞാനത് വിശ്വസിച്ച് ഇവിടെ പറയില്ല. ഞാൻ പോയി നോക്കി എനിക്ക് ധാരണ ഉണ്ടെങ്കിലല്ലേ ഞാനത് ഷെയർ ചെയ്യാവുള്ളൂ. അപ്പോൾ തീർച്ചയായിട്ടും പടം കണ്ട അഭിപ്രായം എടുക്കുക എന്നുള്ളതാണ് ചെയ്യേണ്ട ഒരു കാര്യം. ഫസ്റ്റ് ഓഫ് ഓൾ എൻ്റെ ക്യാരക്ടറിനോട് മമ്മൂക്ക ഈ കാര്യങ്ങൾ പറയുന്നതിനൊരു കാരണമുണ്ട്. എന്തുകൊണ്ടാണ് പുള്ളി മൈന്യൂട്ടായിട്ട് സബ് കോൺഷ്യസ്ലി പുള്ളി, എനിക്ക് കഥ പറയാൻ പറ്റില്ല, അപ്പോൾ ഇൻഫ്ലുവൻസ് ചെയ്യാൻ ശ്രമിക്കുന്ന തരത്തിലാണ് നമുക്കിത് സ്ക്രിപ്റ്റ് കിടക്കുന്നത്. എന്നാലേ അത് വർക്കാവുള്ളൂ. ഫസ്റ്റ് ഓഫ് ഓൾ അതിന് കാരണമുണ്ട്, അതെനിക്ക് അതുകൊണ്ട് റിവീൽ ചെയ്യാൻ പറ്റില്ല. രണ്ടാമത്തെ കാര്യം എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ സിനിമയിൽ നമ്മൾ ലോജിക്ക് നോക്കരുത് എന്നുള്ളതാണ്. അതുകൊണ്ടാണ് അത് സിനിമയാവണം. ഇല്ലെങ്കിൽ നമുക്കൊരു ഡോക്യുമെൻ്ററിയോ ഇല്ലെങ്കിൽ വേറെ എന്തെങ്കിലും ചെയ്താൽ പോലെ. സിനിമ എന്ന് പറയുന്നത് ലോജിക്കിന് അത്രയും കൊടുക്കേണ്ട പ്രാധാന്യം അത്രയേ ഉള്ളൂ. ഇതൊന്നും നമുക്കവിടെ ഒരു എക്സ്പ്രഷനിലാണ് കേട്ടോ. അതൊക്കെ ഡയറക്റ്റ് ഇല്ലാത്തതുകൊണ്ട് നിങ്ങളോട് ഡയറക്റ്റ് വല്ലതും പറഞ്ഞിട്ടുണ്ടോന്ന് എനിക്കില്ല. ഡയറക്റ്റ് പറയുന്ന അപ്പുറത്തേക്ക് മമ്മൂക്ക സ്വയം കുറെ സംഭവങ്ങൾ കയ്യിൽ നിട്ടിട്ടുണ്ടോ? അങ്ങനെ എന്തെങ്കിലും ഡയറക്റ്റ് പറഞ്ഞിട്ടുണ്ടോ? മമ്മൂക്ക സ്വന്തമായിട്ട് നമുക്ക് നാവ് കൊണ്ടുള്ള കുറെ മമ്മൂക്ക സ്വയം ഇട്ടോ അങ്ങനെ എന്തെങ്കിലും സംസാരിച്ചിട്ടുണ്ടോ? അല്ല, അതൊക്കെ മമ്മൂക്ക ഇട്ടതാണ്. അല്ലാതെ അങ്ങനെ ചെയ്യണമെന്ന് ഈ ഒരു എന്താ ചെറിയ നുവാൻസൻസ് വേണമെന്നോ അല്ലെങ്കിൽ അങ്ങനത്തെ ചെറിയ പരിപാടി വേണം ഡീൻ ഫോഴ്സ് ചെയ്ത് പറഞ്ഞിട്ടൊന്നുമില്ല. അതാ പറഞ്ഞത്, അത് ഒരു ക്യാരക്ടർ ആർട്ടിസ്റ്റ് ഡിസൈൻ ചെയ്യുന്ന സമയത്ത് എനിക്കറിയില്ല അത് എങ്ങനെയാണ് പ്രോസസ്സ് ചെയ്യുന്നത്, എനിക്ക് മനസ്സിലായിട്ടില്ല. അപ്പോൾ അത് കണ്ടു നിൽക്കാനേ പറ്റുള്ളൂ, മനസ്സിലാക്കാനോ എനിക്കറിയില്ല എങ്ങനെയാണ് ഒരാൾക്ക് അങ്ങനെ സാധിക്കാന്നുള്ളത്. അതുകൊണ്ട് തന്നെയാണ് ലെജൻഡായിട്ട് ഇങ്ങനെ നിൽക്കണമല്ലോ. പക്ഷേ ഇത് റിലീസ് ആവുന്ന സമയത്ത് ആവുമ്പോഴേക്കും ആ ഒരു എക്സൈറ്റ്മെന്റ് ഫീൽ ചെയ്തിരുന്നതാണ്. തീർച്ചയായും ഓഡിയൻസ് പലപ്പോഴും എന്താ ബസൂക്കയാണ് കാരണം ഇത് ഇന്ന് റിലീസാവും നാളെ റിലീസാവും അങ്ങനെ കുറെ ഡിലേ ആയി അങ്ങനെ പോയിരുന്നു. ആ എക്സൈറ്റ്മെന്റ് നഷ്ടപ്പെട്ടെന്ന് തോന്നുക ഇതിൽ പോയി? ഇല്ലില്ല, ഒരിക്കലും ഇല്ല. കാരണം ഇതിപ്പോ ഞാൻ ഇതിന്റെ അടിയിലുള്ള കമന്റ്സ് ഒക്കെ പ്രൊമോഷൻസ് കുറവാണെന്നൊക്കെ പറയുന്നുണ്ട്. ഇത് ഫസ്റ്റ് ഓഫ് ഓൾ നമ്മൾ മനസ്സിലാക്കേണ്ടത് മമ്മൂക്ക പടമാണ്. നമ്മൾ ബാക്കിയുള്ള സിനിമകളെ പോലെ നമുക്ക് എന്താണ് പറയുക, ഈ ഒരു ഓൺലൈൻ ഗിമ്മിക്കുകളോ പരിപാടികളോ ഈ ഒരു പ്രൊമോഷൻ കാര്യങ്ങളൊക്കെ തുടങ്ങിയിട്ട് മേ ബി ഒരു 5-6-7 വർഷമായിട്ടുണ്ടാവുള്ളൂ മാക്സ്. അതിന് മുന്നേ 2-3 ജനറേഷൻ്റെ സൂപ്പർ സ്റ്റാറാണ് അദ്ദേഹം. അപ്പോൾ അദ്ദേഹത്തിൻ്റെ സിനിമ ഇറങ്ങുന്നതിനുള്ള നമുക്ക് ഈ
സോക്കോൾഡ് പടങ്ങളിൽ കാണിക്കേണ്ടി വരുന്ന ഓൺലൈൻ ഗിമ്മിക്കിന്റെ യാതൊരു ആവശ്യമില്ല ഇവിടെ എന്നുള്ളതാണ് വാസ്തവം. രണ്ടാമത്തെ കാര്യം, എല്ലാവരും ആൻറ്റിസിപ്പേറ്റഡ് ആണ്. എന്താണ് ആ പടം, എന്താണ് ആ പടം, എന്താണ്. നമ്മളിപ്പോൾ സംസാരിക്കുമ്പോൾ ഞാനത് കഴിഞ്ഞ് ചെയ്തിട്ടുള്ള ഇതിലധികം പ്രൊമോഷൻസ് കൊടുത്തിട്ടുള്ള പടത്തെക്കുറിച്ചൊന്നും ജനങ്ങൾ എന്നോട് ചോദിച്ചിട്ടില്ല. പക്ഷെ എന്നോട് ചോദിച്ചിട്ടുള്ള എൻ്റെ സുഹൃത്ത് സർക്കിളിൽ നിന്നാണെങ്കിലും ഫാമിലിയിൽ നിന്നാണെങ്കിലും ബസൂക്ക എന്നാണ് റിലീസ്, ബസൂക്ക എന്നാണ്. അവർക്ക് ബസൂക്കയെ കുറിച്ചാണ് അറിയേണ്ടത്. അത് നമ്മൾ പ്രൊമോഷൻ നടത്തിയിട്ടല്ല, പക്ഷെ ആളുകൾ അറിയും മമ്മൂക്കപ്പടം എന്ന രീതിയിൽ. ഈ സിനിമയുടെ ഈ കോർ കോണ്ടന്റ് പോകുന്ന ഒരു ഗെയിമിംഗ് എന്ന് പറഞ്ഞൊരു ജനറാണ്, ഒരു കോർ കോണ്ടന്റ് ഗെയിമിംഗ് എന്ന് പറഞ്ഞൊരു സബ്ജക്റ്റുമായിട്ടാണ്. അപ്പോൾ ഈ പറയുന്ന പോലെ ഇത് എത്ര പേർക്ക് കണക്റ്റ് ആകുമെന്നുള്ളൊരു ചോദ്യം വരുന്നുണ്ടോ? മീൻസ് ഈ പറയുന്ന പോലെ ഗെയിം കളിച്ചിട്ടുള്ള, അല്ലെങ്കിൽ നമുക്കറിയാം നമ്മൾ ഫോണിൽ പാമ്പും കോണിയൊക്കെ കളിച്ചിട്ടില്ലേ, അല്ലെങ്കിൽ മറ്റേ ആപ്പിൾ തിന്നുന്ന പാമ്പിനെ കളിച്ചിട്ടില്ലേ. ബേസിക് ഗെയിമിൻ്റെ കൺസെപ്റ്റ് അതിൻ്റെ തുടക്കവും ഇവിടെ നിന്നൊക്കെയാണ്. ഗെയിമിങ് മനസ്സിലാവാതിരിക്കേണ്ട കാര്യമൊന്നുമില്ല. ഞാൻ ഗെയിം കളിക്കുന്ന ഒരാളാണ്, എൻ്റെ വീട്ടിൽ PS5 ഉണ്ട്. അപ്പോൾ ഇത് വലിയ എന്താ പറയുക, മനസ്സിലാവില്ലാത്ത തന്നെ വേറൊരു ഏരിയയോ അല്ലെങ്കിൽ മനസ്സിലാവില്ലാത്ത തന്നെ ഒരു പരിപാടിയൊന്നും അല്ല. പിന്നെ തീർച്ചയായിട്ടും ഇപ്പോഴത്തെ കുട്ടികൾക്ക് ഇപ്പോൾ ഉള്ള കുട്ടികളോട് ഇത് ഗെയിമിംഗ് എന്താണെന്നൊന്നും പറഞ്ഞു കൊടുക്കേണ്ട ആവശ്യമില്ല. നമ്മളെക്കാൾ കൂടുതൽ ഗെയിം കളിക്കുന്ന അറിയുന്ന ആൾക്കാരൊക്കെ തന്നെയാണ്. പിന്നെ ഭയങ്കര സിമ്പിളായിട്ട് തന്നെയാണ് ഇതെന്താണെന്ന് നമ്മൾ മനസ്സിലാക്കി കൊടുത്തിരിക്കുന്നത്. കാറ്റഗറൈസ് ചെയ്യാൻ ചാൻസ് ഉണ്ടോ എന്ന് ചോദിച്ചു. മീൻസ് ഈ പറയുന്ന പോലെ കുറച്ചും കൂടെ ഗെയിമിംഗ് ബേസ്ഡ് ആൾക്കാരിലേക്ക് പോകാനുള്ള ആ ഒരു ഏജ് ഗ്രൂപ്പിലുള്ള ആൾക്കാരിലേക്ക് കാറ്റഗറൈസ് ചെയ്യാനുള്ള സാധ്യത ഇല്ലില്ല. അങ്ങനെ ഇതാ പറയുന്നത്, ഈ പൊതുവെ ഇതൊരു മമ്മൂക്ക പടമാണ്, അതുകൊണ്ട് തന്നെ നമ്മൾ ട്രീറ്റ് ചെയ്തിരിക്കുന്നത് നമുക്ക് വലിയ ആളുകൾക്കും മനസ്സിലാവുന്ന രീതിയിലും ഇത് ഇന്ന കാറ്റഗറിക്ക് മാത്രം കാണാൻ പറ്റുന്ന പടം അങ്ങനെയൊന്നുമില്ല. ഇപ്പോൾ കുട്ടികൾക്ക് ഓൾറെഡി ഇഷ്ടപ്പെട്ട് തുടങ്ങിയിട്ടുണ്ട്. അപ്പോൾ അവർ ചെയ്തുകൊണ്ടിരിക്കുന്ന കാര്യമാണല്ലോ, അവരുടെ ഓൺലൈൻ ഗെയിമിംഗ് സിനാരി. നമ്മളൊരു കാര്യം മനസ്സിലാക്കുന്നത്, ഈ ലോകത്തുള്ള എല്ലാ ഫിലിം ഇൻഡസ്ട്രീസും മ്യൂസിക് ഇൻഡസ്ട്രീസും എടുത്തിട്ടുണ്ടെങ്കിൽ അതിനേക്കാളും വലിയ ഇൻഡസ്ട്രി, $1 ട്രില്യൺ ഇൻഡസ്ട്രിയാണ് ഗെയിമിംഗ് ഇൻഡസ്ട്രി. നമുക്കറിയില്ലാത്തതുകൊണ്ടാണ്. അപ്പോൾ ആക്ച്വലി അതാണ് ബാക്കിയുള്ള എൻ്റർടൈൻമെൻറ്റ് ഇൻഡസ്ട്രിയേക്കാളും വലിയ ഇൻഡസ്ട്രിയാണ് ഗെയിമിംഗ് ഇൻഡസ്ട്രി. അപ്പോൾ അവിടെ നടക്കുന്ന സിനാരിയോസ് എന്താണെന്ന് മേ ബി 10-50 വയസ്സിന് മുകളിലുള്ള ആൾക്കാർക്ക് ചിലപ്പോൾ അറിയില്ലായിരിക്കാം ഇപ്പോൾ. പക്ഷേ അതിൽ താഴോട്ടുള്ള ആളുകൾക്ക് കുറച്ചൊക്കെ ഇപ്പോൾ സോഷ്യൽ മീഡിയയിൽ ആക്റ്റീവായിട്ടുള്ള അത്യാവശ്യം എന്താണ് പറയുക, ആളുകൾക്ക് മനസ്സിലാവും എന്താണെന്നും ഇതാണ് ഇവിടെ നടക്കുന്നത്, റിയാലിറ്റിയാണ് ഇതെന്നുള്ളത് മനസ്സിലാവും. ഈ ഒരു മൂമെന്റിൽ ഏറ്റവും കൂടുതൽ മിസ് ചെയ്യുന്നത് മമ്മൂക്കയാണ്. ഇപ്പം ബസൂക്ക ഇറങ്ങി കഴിഞ്ഞിട്ടുള്ള മമ്മൂക്കയുടെ ഒരു റിയാക്ഷൻ എങ്ങനെയാണ്? മമ്മൂക്ക ഭയങ്കര ഹാപ്പിയാണ്. മെസ്സേജ് അയച്ചിരുന്നു, ഞങ്ങൾക്ക് എല്ലാവർക്കും മെസ്സേജ് അയച്ചിരുന്നു, ഡയറക്ടറിന് മെസ്സേജ് അയച്ചിരുന്നു. പുള്ളി പറഞ്ഞു ഇങ്ങനെ തന്നെ പോട്ടെ, അടിപൊളിയായിട്ട് തന്നെ പോട്ടെ, ഭയങ്കര ഹാപ്പിയാണ്. As always, it's fantastic. It's a dream come true. Be back here again. Yeah, it's the best. I don't know, man. Everybody's asking the same question, but even I wish I knew more about Bilal. But then, let's keep our fingers crossed and see if it does happen for all of us. ഈ പരിപാടി അറിയുന്നത് 2022 സമയത്തൊക്കെയാണ് എന്നോട് എനിക്ക് വർക്ക് കിട്ടുന്നത്. ആക്ച്വലി പടം ചെയ്യാനിരുന്നത് വേറൊരു ആളായിരുന്നു. അപ്പോൾ പുള്ളിക്ക് ഡേറ്റ് ഇല്ലാത്തതുകൊണ്ടാണ് എന്നാൽ പിന്നെ ഇവൻ ചെയ്യട്ടെ എന്ന് വെച്ചത്. അത് എൻ്റെ ഒരു ഭാഗ്യം കൂടിയാണ്. കാരണം ലിറ്ററലി എനിക്ക് തോളോട് തോൾ ചേർന്നിരുന്ന് ഒരു 10-15 ദിവസം ഇതുപോലെ ഇരുന്ന് അഭിനയിക്കാൻ പറ്റുക എന്ന് പറയുന്നത് ഞാൻ ഭയങ്കര ക്യൂരിയസ് ആയിട്ട് കണ്ടിരുന്നിട്ടേ ഉള്ളൂ. കാരണം നമ്മുടെ വിളച്ചെടുക്കാനൊന്നും ഞാൻ പോയിട്ടില്ല. അവിടെ വെറുതെ പേടിച്ച് തന്നെയാണ് ഞാൻ അവിടെ ഇരുന്നിട്ടുള്ളത്. അപ്പോൾ എനിക്ക് മമ്മൂക്കയുടെ പ്രോസസ്സാണ് ഞാൻ ഭയങ്കരമായിട്ട് അത്ഭുതപ്പെട്ടു പോയത്. എപ്പോഴും ഇപ്പോൾ ഓൺ സ്പോട്ടിൽ ഇപ്പോൾ ഒരു സാധനം ചെയ്യുകയും, അപ്പോൾ നമുക്ക് ഇത് ഇങ്ങനെയല്ല, നമുക്ക് ഇവിടെ ഒരു പ്രശ്നമുണ്ട്, അങ്ങനെ വരുമ്പോൾ കംപ്ലീറ്റ്ലി ഡിഫറെൻ്റ് ആയിട്ട് തന്നെയുള്ള അങ്ങനെ 2, 3, 4 പ്രാവശ്യം ചെയ്യുമ്പോൾ ഇപ്പോൾ ഈ പറഞ്ഞ പോലെ ക്ലൈമാക്സിൽ ഞാൻ ആലോചിക്കാറുണ്ട്. ഇപ്പോൾ എന്നോട് ഇത് പറയുമ്പോൾ ഞാനിത് എങ്ങനെയായിരിക്കും ഇപ്പോൾ കൺസീവ് ചെയ്തിട്ടുണ്ടാവുക, നമ്മളോട് ഇങ്ങനത്തെ ഒരു സാധനം പറഞ്ഞാൽ എനിക്ക് ഒരു ഐഡിയ തന്നെ ഇല്ല. കാരണം അത് അങ്ങനെ തന്നെ വേറെ തന്നെ ഒരു അവതാരമായിട്ടാണ് പുള്ളി അതിനകത്ത് പെർഫോം ചെയ്തിരിക്കുന്നത്. അപ്പം ഇതൊക്കെ എവിടെയാണിത് ചിന്തിച്ച് വെക്കുക, ഇത് നേരത്തെ പ്ലാൻഡ് ആണോ അല്ലയോ, ഓൺ ആക്ഷനിൽ എങ്ങനെയാണ് ഇങ്ങനെയായി മാറുക എന്നുള്ളത് ഞാൻ ഭയങ്കര ക്യൂരിയസ് ആയിട്ട് കണ്ടു നിന്നിട്ടുള്ള ആളാണ്. അപ്പോൾ ഓഫ്കോഴ്സ് ഞാനൊരു ഫാനാണ്. അപ്പോൾ എനിക്കെപ്പോഴും എന്താ പറയുക, കണ്ടു പഠിക്കാൻ, അല്ലെങ്കിൽ എന്താണ് ഈ പ്രോസസ്സ് എന്ന് നമ്മൾ ഈ ആക്ടേഴ്സ് ഇങ്ങനെ നിൽക്കുമ്പോൾ ബാക്കിയുള്ള സീനിയേഴ്സ് ആയിട്ടുള്ള ആളുകൾ ഇങ്ങനെ ചെയ്യുമ്പോൾ
എപ്പോഴും പഠിക്കാൻ തന്നെയുണ്ട്. ഇതെങ്ങനെയാണ് ഇതിലേക്കായി മാറുക, ഒരു എന്താ പറയുക, ഒരു പരകായ പ്രവേശം നടത്തുക എന്നൊക്കെ നമ്മളിങ്ങനെ ഭയങ്കരമായിട്ട് ഇങ്ങനെ ചിന്തിക്കാറുണ്ട് എപ്പോഴും. അപ്പോൾ എപ്പോഴും ഞാൻ ആലോചിക്കുന്നത്, എനിക്കെപ്പോഴും എന്താ പറയുക, ഞാൻ ഭയങ്കര ലക്ക് ഉള്ള ഒരാളായിട്ട് എനിക്ക് തോന്നിയിട്ടുണ്ട്. ഇതിങ്ങനെ നേരിട്ട് നിന്ന് കാണാനും എന്താ അത് അനുഭവിച്ചറിയാനും എനിക്ക് സാധിച്ചു എന്നുള്ളതാണ്.